ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. കാറ്റുപോയ ബലൂണാണ് എറണാകുളം അങ്കമാലി അതിരൂപത. ലത്തീൻ വേദപാഠകം, ഉയർപ്പുകാലം, 5-ാം ഞായർ. വായന യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം 1 മുതൽ 12 വരെ വാക്യങ്ങൾ. അതും എറണാകുളവുമായി തമ്മിൽ എന്താ ബന്ധമുണ്ട്. നമുക്കതിലേക്ക് വരാം. അതിനു മുമ്പ് സാധാരണ ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ടല്ലോ. യേശു പറയുന്നു, ഞാനാണ് വഴിയും സത്യവും ജീവനും, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിങ്കലേക്ക് എത്തുന്നില്ല, സ്വർഗത്തിലേക്ക് എത്തുന്നില്ല. അപ്പോൾ മറ്റു മതങ്ങളോ എന്നൊരു ചോദ്യം വരും, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടില്. ആ ചോദ്യം പീറ്റർ സി വാൾഡ് എന്ന് പറഞ്ഞ കത്തോലിക്കനായിരുന്നു, സഭ ഉപേക്ഷിച്ചു, നിരീശ്വരവാദിയായി. പക്ഷെ എന്നിട്ടും ബെനഡിക്ട് മാർപ്പാപ്പയുമായിട്ട് പല പ്രാവശ്യം ഇന്റർവ്യൂ നടത്തി. ഞാനത് മലയാളത്തിൽ തർജ്ജമ ചെയ്തിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം ഇദ്ദേഹത്തോട് ഈ ബെനഡിക്ട് മാർപ്പാപ്പയോട് ചോദിച്ചു, യേശു എന്ന ഒരു വഴിയേ ഉള്ളുവെങ്കിൽ മറ്റു മതങ്ങളുടെ സ്ഥാനം എന്ത്? അപ്പൊ അദ്ദേഹം പറഞ്ഞത്, ഒരു വഴിയിൽ പല ട്രാക്കുകൾ ഉണ്ട് എന്നാണ്. നമ്മളൊരു ഹൈവേ എടുത്ത് നോക്കിയാൽ ഒരു വഴി, പക്ഷെ പല ട്രാക്ക് ഉണ്ടല്ലോ, സ്പീഡ് ട്രാക്ക് ഉണ്ട്, അങ്ങനെയുണ്ട്. ഞാൻ അദ്ദേഹത്തോട് ചേർത്ത ഒരു വാക്കുകൂടി പറയാണ്, മറ്റു മതങ്ങളൊക്കെ സർവീസ് റോഡുകളാണ്. ഇപ്പൊ നമുക്ക് കുറച്ചുകൂടി മനസ്സിലാകും. നമ്മുടെ ഹൈവേക്ക് സർവീസ് റോഡുകളുണ്ട്, പക്ഷെ സർവീസ് റോഡ് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ മെയിൻ റോഡിൽ കയറണം, അല്ലെങ്കിൽ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റില്ല. അപ്പോ മറ്റു മതങ്ങളൊക്കെ സർവീസ് റോഡുകളാണ്. ഈ ഓട്ടോബാൻ എന്ന് പറയുന്ന മെയിൻ ഹൈവേ, കർത്താവിങ്കിലേക്കുള്ള, ദൈവത്തിങ്കിലേക്കുള്ള ഹൈവേ എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ്. ഇതാണ് ഞാൻ വഴിയും സത്യവും ജീവനുമാണ് എന്ന് പറഞ്ഞതിന്റെ ഒരർത്ഥം. എന്ന് വെച്ചാൽ മറ്റു മതങ്ങളൊക്കെ ഈ സർവീസ് റോഡിൽ നിന്നും മെയിൻ റോഡിൽ കയറിയാലേ ദൈവത്തിങ്കിലേക്ക് എത്തൂ എന്നുള്ളതാണ്. അതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ഞാൻ പറയാം. ക്രിസ്ത്യാനികളായിരിക്കുന്ന ആളുകൾക്ക്, കത്തോലിക്കരായിരിക്കുന്ന ആളുകൾക്ക് കമ്മ്യൂണിസ്റ്റുകാരായിരിക്കാൻ കഴിയില്ല. അത് കമ്മ്യൂണിസം പ്രത്യയശാസ്ത്രത്തിലുള്ള വിയോജിപ്പ് കൊണ്ടാണ് ഞാൻ ഈ പറയണേ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമല്ല ഞാൻ പറയുന്നത്. ആ പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് ദൈവമില്ല എന്ന് വിചാരിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ്. ദൈവമുണ്ട് എന്നും ഏകസത്യ ദൈവം ഈശോ ആണെന്നും വിശ്വസിക്കുന്ന ക്രിസ്ത്യാനികൾക്ക്, കത്തോലിക്കർക്ക് കമ്മ്യൂണിസ്റ്റുകാരായിരിക്കാൻ കഴിയില്ല. കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നുകൊണ്ട് കത്തോലിക്കനായിരിക്കുമെന്ന് പറഞ്ഞാൽ ആ വിശ്വാസത്തിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്. കാരണം ദൈവമില്ല എന്ന് വിചാരിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ വക്താക്കളായിരിക്കുന്ന ഒരു രാഷ്ട്രീയ കക്ഷി, ദൈവമുണ്ട് എന്നും ദൈവം മനുഷ്യനായെന്നും വിശ്വസിക്കുന്ന കത്തോലിക്ക സഭ, ഇതെങ്ങനെയാണ് ചേർന്ന് പോകുക? ഒരുപക്ഷെ നമ്മൾ അതിന്റെ ഗൗരവം മനസ്സിലാക്കാത്തത് കൊണ്ടായിരിക്കാം ആളുകൾ കമ്മ്യൂണിസ്റ്റ്, ചിലർക്ക് നല്ല കമ്മ്യൂണിസ്റ്റുകാരൻ ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്ക് നല്ല കമ്മ്യൂണിസ്റ്റ് സ്നേഹിതന്മാരുണ്ട്. പക്ഷെ ഞാൻ വിശ്വാസത്തിന്റെ കാര്യമാണ് ഞാൻ പറയണേ. നമ്മൾ വിശ്വാസത്തെ സീരിയസ് ആയിട്ട് എടുക്കുന്നെങ്കിൽ ഈ വിശ്വാസത്തെ പാടെ നിഷേധിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രവുമായിട്ട് നമുക്ക് ചേർന്ന് പോകാൻ കഴിയില്ല. പാർട്ടി മാത്രമല്ല ഞാൻ പറയുന്നത്, ആ പ്രത്യയശാസ്ത്രം. പക്ഷെ പാർട്ടിയും ആ പ്രത്യയശാസ്ത്രത്തിന്റെ പുറകെ പോകുന്ന പാർട്ടിയാണെങ്കിൽ നമുക്ക് കഴിയില്ല. അപ്പോൾ ഞാൻ കക്ഷി രാഷ്ട്രീയം പറയല്ല, വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട് പറയാണ്. ഇനി നമുക്ക് തിരുവചനത്തിലേക്ക് കിടക്കാം. നിങ്ങളുടെ ഹൃദയം കലങ്ങേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ എന്നിലേക്ക് തന്നെ ചേർത്തുകൊള്ളും. ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാം. തോമസ് അവനോട് പറഞ്ഞു, കർത്താവേ, നീ എവിടെ പോകുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നില്ല, പിന്നെ വഴി എങ്ങനെ അറിയും? യേശു അവനോട് പറഞ്ഞു, ഞാൻ തന്നെ ആകുന്നു വഴിയും സത്യവും ജീവനും, എന്നിലൂടെയല്ലാതെ ആരും പിതാവിങ്കിലേക്ക് വരുന്നില്ല. നിങ്ങൾ എന്നെ അറിഞ്ഞിരുന്നുവെങ്കിൽ എന്റെ പിതാവിനെയും അറിയുമായിരുന്നു. ഇപ്പോൾ മുതൽ നിങ്ങൾ അവിടുത്തെ അറിയുന്നു, അവിടുത്തെ കാണുകയും ചെയ്തിരിക്കുന്നു. ഫിലിപ്പോസ് അവനോട് പറഞ്ഞു, കർത്താവേ, പിതാവിനെ ഞാൻ കാണിച്ചു തരിക, ഞങ്ങൾക്കത് മതി. യേശു അവനോട് പറഞ്ഞു, ഇക്കാലം അത്രയും ഞാൻ നിങ്ങളോട് കൂടെ ആയിരുന്നിട്ടും ഫിലിപ്പോസേ, നീ എന്നെ അറിയുന്നില്ലേ? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. പിന്നെ പിതാവിനെ ഞാൻ കാണിച്ചു തരണമെന്ന് നീ പറയുന്നത് എങ്ങനെ? ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണെന്ന് നീ വിശ്വസിക്കുന്നില്ലേ? ഞാൻ നിങ്ങളോട് പറയുന്ന വാക്കുകൾ സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്. പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് ഞാൻ തന്റെ പ്രവൃത്തി ചെയ്യുന്നു. ഞാൻ പിതാവിലും പിതാവ് എന്നിലും എന്ന് വിശ്വസിക്കുവിൻ, അല്ലെങ്കിൽ പ്രവൃത്തികൾ മൂലം എന്നെ വിശ്വസിക്കുവിൻ. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവനും ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യും. ഞാൻ പിതാവിന്റെ അടുക്കലേക്ക് പോകുന്നത് കൊണ്ട് ഇവയേക്കാൾ വലിയവയും അവൻ ചെയ്യും. ഒരുപാട് ദൈവശാസ്ത്രപരമായിട്ടുള്ള ആഴമേറെ സംഗതികൾ കിടക്കുന്ന ഒരു തിരുവചനമാണ്. നമ്മൾ അതിന്റെ എല്ലാ വിശദാംശങ്ങൾക്കൊന്നും പോകാൻ കഴിയില്ല. നമ്മൾ രണ്ട് കാര്യമാണ് ഞാൻ ഇന്ന് പറയുന്നത്. ഒന്ന്, ഞാനാണ് വഴിയും സത്യവും ജീവനും. ക്രിസ്തു വഴി ഒരാൾ ദൈവപിതാവിനെ സ്വന്തമാക്കുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥ സത്യം എന്തെന്ന്, സത്യത്തെ സ്വന്തമാക്കുകയാണ്.
യഥാർത്ഥ അനശ്വര ജീവനെ സ്വന്തമാക്കുകയാണ്. കാരണം അപ്പോൾ നാം പിതാവിങ്കിലേക്കുള്ള വഴിയിലാണ്. ക്രിസ്തുവാണ് ആ വഴി. ക്രിസ്തുവാണ് ആ വഴി. ഒരാളാണ് നമ്മുടെ വഴി. അപ്പൊ നമ്മൾ ഒരു വഴിക്കാകുമെന്ന് പറഞ്ഞാൽ ക്രിസ്തുവിലാകും എന്നാണ് അർത്ഥം. ഒരു വഴിക്കായി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിലായി എന്നാണ്. അത് രണ്ടർത്ഥമുണ്ട്. ക്രിസ്തുവിലായവന് ഈ ലോകത്തിലെ കാര്യങ്ങളൊന്നും അത്ര അങ്ങോട്ട് ചേർന്ന് പോകാൻ കഴിയില്ല. അപ്പൊ ഒരു വഴിക്കാവും, ഒരു വഴിക്കായി. ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ. ഞാനാണ് വഴിയും സത്യവും ജീവനും. ഇത് തമ്മിലെ ഒരുപാട് ബന്ധങ്ങളുണ്ട് പല അർത്ഥത്തില്. ആ ബന്ധങ്ങളുടെ അർത്ഥങ്ങളൊക്കെ ഞാൻ തോമായുടെ സിംഹാസനം എന്ന പുസ്തകത്തിൽ വളരെ വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിലേക്ക് കടക്കുന്നില്ല. ആ പുസ്തകം ഒരുപാട് പേരുടെ കയ്യിലുണ്ട്, നിങ്ങൾ അത് വായിക്കുക. അല്ലെങ്കിൽ നമുക്ക് അതെല്ലാം ചർച്ച ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു 2-3 മണിക്കൂർ മിനിമം വേണം. അപ്പൊ അതിലേക്ക് നമ്മൾ പോകാതെ ഇതിലത്തെ ഒരു കാര്യത്തിൽ മാത്രം അപ്പസ്തോല പ്രവർത്തനത്തില് സഭയാണ് വഴി അല്ലെങ്കിൽ മാർഗം എന്ന് വിളിക്കണേ. സ്ലീഹന്മാരുടെ നടപടി 9:2, 19:9, 19:23 മാർഗം എന്ന് പറയുന്നത് സഭയാണ്, വഴി എന്ന് പറയുന്നത് സഭയാണ്. എന്തുകൊണ്ടാണ് സഭയെ മാർഗം എന്ന് വിളിക്കുന്നത്? കർത്താവ് പറഞ്ഞ ഞാനാണ് വഴി, എന്നിട്ട് പറയാണ്, അപ്പസ്തോല പ്രവർത്തനങ്ങൾ തന്നെ പറയാണ് സഭയാണ് വഴി, സഭയാണ് മാർഗം. ക്രിസ്തുവിന്റെ ജൈവിക തുടർച്ചയാണ് സഭ, ഓർഗാനിക്. The church is the organic continuation of Christ. Church is the organic continuation of Christ. ക്രിസ്തുവിന്റെ ജൈവിക തുടർച്ചയാണ്, ജീവനുള്ള തുടർച്ചയാണ് സഭ. അതിനാൽ പിതാവിലേക്കുള്ള വഴി സഭയാണ്. പിതാവിലേക്കുള്ള വഴി ക്രിസ്തുവാണ് എന്ന് പറയുന്നത് പോലെ തന്നെ തിരുവചനം പറയാണ് പിതാവിലേക്കുള്ള വഴി സഭയാണ്, മാർഗം സഭയാണ്. കാരണം അത് കർത്താവിന്റെ വചനം എന്ന് പറയുന്ന സത്യം സംരക്ഷിക്കുകയും പിതാവിന്റെ ജീവൻ കൂദാശകളിലൂടെ സഭാ സന്താനങ്ങൾക്ക് പങ്കുവെച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അത് സഭ മാത്രമാണ് ചെയ്യണേ. കർത്താവിന്റെ വചനം, സത്യമായ വചനം ശരിക്കും സംരക്ഷിച്ചത് ആരാണ്? പ്രൊട്ടസ്റ്റന്റുകാരാണോ 16-ാം നൂറ്റാണ്ടില്? പെന്തക്കോസ്തക്കാരാണോ ഈ 20-ാം നൂറ്റാണ്ടില്? യഹോവ സാക്ഷികളാണോ ഈ 20-ാം നൂറ്റാണ്ടില്? കത്തോലിക്ക സഭയിലെ വചനം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അതിനെതിരെ അവർ പ്രവർത്തിച്ചിട്ടുണ്ട്, അത് വേറെ കാര്യം. കർത്താവിന്റെ വചനം, സത്യമായിരിക്കുന്ന വചനം, സത്യമെന്ന് പറയുന്ന വചനം സംരക്ഷിച്ചതും ആ വചനത്തിന് ജീവൻ വയ്ക്കുന്ന നിമിഷങ്ങളിലൂടെ, കൂദാശകളിലൂടെ ദൈവത്തിന്റെ ജീവൻ സഭാമക്കൾക്ക് പകർന്നു കൊടുക്കുന്നതും കത്തോലിക്ക സഭ മാത്രമാണ്. അല്ലെങ്കിൽ കത്തോലിക്ക സഭ, ആ കത്തോലിക്ക പാരമ്പര്യമുള്ള സഭകൾ മാത്രമാണ്. ഞാൻ പറയുന്നത് ശ്ലൈഹിക സഭകൾ. റോമായുമായി പൂർണ്ണ ഐക്യമില്ലാത്തതും ചില ശ്ലൈഹിക സഭകളുണ്ട്, അതടക്കം ഞാൻ പറയണേ. ഇനി ഈ കൂദാശകളും അത് പരികർമ്മം ചെയ്യാനുള്ള പൗരോഹിത്യം ഇല്ലെന്ന് കരുതുക. അപ്പോൾ പിന്നെ സഭയില്ല, ഒരു മത ക്ലബോ ഒരു സംഘടനയായിട്ട് മാറും. ഇപ്പൊ പെന്തക്കോസ്തക്കാര് ഒരു സംഘടനയാണ്, യഹോവ സാക്ഷികൾ ഒരു സംഘടനയാണ്, പ്രൊട്ടസ്റ്റന്റുകാര് ഒരു സംഘടനയാണ്. കാരണം കൂദാശയും ഇല്ല, പൗരോഹിത്യവും ഇല്ല. പിന്നെ അതെങ്ങനെയാണ് കർത്താവിന്റെ ജൈവിക തുടർച്ചയാവണേ, ജീവൻ പങ്കുവെച്ചു കൊടുക്കാൻ പറഞ്ഞേ, പിതാവിങ്കിലേക്കുള്ള വഴിയാവണേ? അവർ നല്ല കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ടാവും, അത് പ്രത്യയശാസ്ത്രം. സഭയാകില്ല, സംഘടനയാകും, സഭയാകില്ല. ഒരു മത ക്ലബാകും, സഭയാകില്ല. അതുകൊണ്ട് പിതാവിങ്കിലേക്കുള്ള മാർഗം എന്ന് പറയുന്നത്, വഴി എന്ന് പറയുന്നത് കത്തോലിക്ക സഭയാണ്. കാരണം ക്രിസ്തുവിന്റെ ഓർഗാനിക് ആയിട്ടുള്ള, ജൈവികമായിട്ടുള്ള തുടർച്ച കത്തോലിക്ക സഭയാണ്. അപ്പോൾ ഇതിന്റെ വെളിച്ചത്തിൽ വഴി എന്നുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഞാനാണ് സത്യം എന്ന് പറയണം, ഞാനാണ് സത്യം. ഈ പണ്ടത്തെ പോലെ തന്നെ ഇപ്പൊ ഞാൻ ഇല്ലേ, കാറ്റുപോയ ബലൂണാണ് എറണാകുളം എന്ന് ഞാൻ ഇതിന്റെ തമ്പനയിൽ കൊടുക്കാൻ കാരണം, എറണാകുളത്ത് പല വലിയ തത്വജ്ഞാനികളായ വൈദികരും പഠിപ്പിക്കുന്നത് സഭ ഒരു പ്രത്യയശാസ്ത്രമാണെന്നാണ്, ഒരു ഫിലോസഫി. ഇത് പണ്ട് കാലത്ത് ആളുകൾ വിചാരിച്ചിരുന്നു, ഇപ്പോഴും വിചാരിക്കുന്നുണ്ട്. ഈ ഫിലോസഫി അറിയാവുന്ന ആളുകൾക്ക് വേണ്ടി ഞാൻ പറയാണ്, നിയോ പ്ലറ്റോണിസമാണ് ജനത്തിന് വേണ്ടിയുള്ള, നിയോ പ്ലറ്റോണിസമാണ് ക്രിസ്തുധർമ്മം എന്നാണ് തേലക്കട്ടസിനെ പോലെയുള്ള കുറെ തത്വജ്ഞാനികൾ പഠിപ്പിക്കുന്നത്. പ്ലറ്റോണിസം എന്ന് പറഞ്ഞാൽ പ്ലേറ്റോയുടെ തത്വചിന്തയാണ് പ്ലറ്റോണിസം. 2 ലോകങ്ങളെ കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കണേ. കാണാവുന്നതെങ്കിലും അഗ്രാഹ്യമായ ലോകമാണ് ഒന്ന്. കാണാൻ ഇല്ലേ, നമുക്ക് കാണാം. നിങ്ങളൊരു ഇല്ലേ, നമുക്ക് കാണാൻ പറ്റുന്ന ലോകം, പക്ഷെ നമുക്ക് എല്ലാം കാര്യങ്ങൾ അറിയോ? നിങ്ങളൊരു പൂ പറിച്ചുകൊണ്ട് വരൂ, പൂവ്, ആ പൂവിന്റെ സകല കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയോ? ഒരു കല്ലെടുത്തിട്ട് വരൂ, ആ കല്ലിന്റെ സകല കാര്യങ്ങൾ അറിയോ? ഈ കല്ല് എവിടെ നിന്ന് വരുന്നു, അതിന്റെ ചരിത്രം അറിയോ? ഇല്ല. അപ്പൊ നമ്മൾ കാണുന്ന കുറെ സംഗതികളുണ്ട് ഈ ലോകത്തിലത്, പക്ഷെ മിക്ക കാര്യങ്ങളുടെയും അർത്ഥം അറിയില്ല. നിങ്ങളുടെ ശരീരത്തിനുള്ളിൽ എന്തെല്ലാം അവയവങ്ങളുണ്ടെന്ന് നിങ്ങൾക്ക് അറിയോ? എല്ലാ ഡോക്ടർമാർക്കും അറിയോ? ഇനി ഏതെല്ലാം അവയവങ്ങളിൽ ഏതെല്ലാം രോഗമുണ്ടെന്ന് അറിയോ? ഇനി സ്കാനറോ എന്തൊക്കെ ചെയ്തു വെച്ചാലേ അറിയോ? കുറച്ചെല്ലാം കണ്ടെത്താമെന്നല്ലാതെ. അപ്പോൾ
കാണാവുന്നതെങ്കിലും അഗ്രാഹ്യമായ യാഥാർത്ഥ്യമാണ് ഒരു ലോകം. കാണാൻ കഴിയില്ലെങ്കിലും ഗ്രഹിക്കാവുന്ന ലോകമാണ്, ഗ്രഹിക്കാവുന്ന യാഥാർത്ഥ്യമാണ് മറ്റത്. പ്ലേറ്റോ പറയാണ്. ഇവ തമ്മിലുള്ള അന്തരമാണ് ഈ പ്ലേറ്റോയുടെ പ്രത്യയശാസ്ത്രത്തിന്റെ കേന്ദ്ര ആശയം. വസ്തുക്കൾക്ക് ഒരു പൂർണ്ണ പ്രാക്രൂപങ്ങളുണ്ട്, പ്രോട്ടോടൈപ്സ്. അവയെ കാണാൻ കഴിയില്ല. അവ ആശയലോകത്താണ് സ്ഥിതി ചെയ്യുന്നത്. അച്ഛൻ എന്തോ തത്വജ്ഞാനി പറയണേ. തത്വജ്ഞാനൊന്നും അല്ല, വളരെ സിമ്പിളായിട്ട് ഞാൻ പറയാം. നിങ്ങൾ കസേരയില്ല വീട്ടിൽ, ഇപ്പൊ നിങ്ങളൊന്ന് ഇരിക്കുന്ന കസേര, ഈ കസേരയാണോ ആദ്യം, അത് കസേരയുടെ ആശയം ആശാരിയുടെ മനസ്സിലാണോ ആദ്യം? എവിടെയാ ആദ്യം ഉണ്ടായത്? ഈ കസേര, നിങ്ങൾ ഇരിക്കുന്ന കസേര അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വസ്തു നോക്ക്, അത് ഉണ്ടാക്കിയ ആളുടെ മനസ്സിലല്ലേ ആശയം? അതല്ലേ ആദ്യം? നിങ്ങൾ ഉപയോഗിക്കുന്ന ഐഫോൺ, അത് ഇല്ലേ, അത് ആളുടെ മനസ്സിൽ ആശയം ഉണ്ടാകല്ലേ? ആശയത്തിൽ നിന്നല്ലേ ഈ മറ്റേ വസ്തു ഉണ്ടാക്കുന്നത്. അപ്പോൾ പ്ലേറ്റോ പറഞ്ഞത് ആശയമാണ്, കാണാൻ പറ്റില്ല. ആശയം കാണാൻ പറ്റുമോ? ഇല്ല. കാണാൻ പറ്റാത്ത ആശയമാണ് ആദ്യം. അതാണ് ശരിക്കുള്ള ലോകം. അത് മൂർത്തരൂപം പ്രാപിക്കുമ്പോൾ മനസ്സിലുള്ള അതുപോലെ തന്നെ ഉണ്ടാക്കാൻ പറ്റുമോ? എത്രയൊക്കെ വിചാരിച്ചാലും ഇല്ല. എത്രയൊക്കെ നമ്മൾ പകർത്താന്ന് വെച്ചാലും മനസ്സിലുള്ള അപ്പാടെ പകർത്തി വെക്കാൻ പറ്റുമോ? ബുദ്ധിമുട്ടാണ്. മനസ്സിലുള്ളത് മുഴുവൻ വാക്കുകളിലോ ചിത്രങ്ങളിലോ രൂപങ്ങളിലോ ഒന്നും ഉണ്ടാക്കി വെക്കാൻ പറ്റില്ല. അപ്പോൾ പ്രാക് രൂപം എന്ന് അദ്ദേഹം പറയുന്നത് ഈ ആശയങ്ങളാണ്. അതിന്റെ അപൂർണ മാതൃകകളാണ്, അപൂർണ പതിപ്പുകളാണ് നമ്മൾ പദാർത്ഥം എന്ന് പറഞ്ഞ, വസ്തു എന്ന് പറഞ്ഞ കാണാൻ പറ്റുന്നത്. അപ്പോൾ ശരിക്കുമുള്ളത്, ആദ്യമുള്ളത് ആശയമാണ്, മനസ്സാണ്. പദാർത്ഥം അതിന് ശേഷമാണ്. അതായത് പ്രകൃതിയാണ്, പ്രകൃതി, കാണാവുന്ന പ്രകൃതി രണ്ടാമതാണ്, കാണപ്പെടാത്ത ദൈവമാണ് അല്ലെങ്കിൽ ആശയമാണ് ആദ്യം. ഇതാണ് ഈ പ്ലേറ്റോ എന്ന് പറയുന്നത്. ഇതുപോലെ ക്രിസ്ത്യാനികളും വിശ്വസിക്കുന്ന എന്താണ്? ഇഹലോകം കടന്നു പോകുന്ന താൽക്കാലികമായിട്ടുള്ള ഒരു ലോകം. ശരിക്കുള്ള ലോകം അങ്ങേ ലോകത്ത്. അപ്പോൾ പ്ലേറ്റോ പറഞ്ഞത് തന്നെയാണ് ക്രിസ്തു പറഞ്ഞതെന്നാണ് ഈ പ്രത്യയശാസ്ത്രക്കാര്, ഇപ്പൊ എറണാകുളം അങ്കമാലിയിലെ പ്രത്യയശാസ്ത്രക്കാരായ വൈദികരൊക്കെ പഠിപ്പിക്കുന്നത്. പ്ലേറ്റോ പറഞ്ഞത് ക്രിസ്തു പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഒരു നിയോ പ്ലറ്റോണിസമാണ് ക്രിസ്തുധർമ്മം എന്നാണ് അവർ പഠിപ്പിക്കുന്നത്. ഒരു പ്രത്യയശാസ്ത്രം ആണോ? ഈ പ്ലേറ്റോ പറഞ്ഞത് അറിവിന്റെ ഒരു ഏർപ്പാടായിട്ടാണ്, എ സിസ്റ്റം ഓഫ് നോളജ്. അറിവിന്റെ ഒരു ഏർപ്പാടോ വിശ്വവ്യവസ്ഥയോ ആയിട്ടാണ് പ്ലേറ്റോ ഈ ആശയലോകത്തെ അവതരിപ്പിച്ചത്. എ സിസ്റ്റം ഓഫ് നോളജ് എന്നാണ്. അതാണോ ക്രിസ്തുധർമ്മം? അല്ല. ക്രിസ്തുധർമ്മം കർത്താവ് എന്താ പറഞ്ഞത്? ഒരു വഴിയാണെന്നാ പറഞ്ഞേ, ഒരു ജീവിത ശൈലിയാണ്. ഇറ്റ്സ് എ വേ ഓഫ് ലൈഫ്. ഒരു ജീവിത ശൈലിയാണ്, ജീവിക്കുന്ന ഒരു രീതിയാണത്. സത്യത്തിന്റെ ഒരു ആശയമാണ് പ്ലേറ്റോ നൽകിയത്. സത്യത്തിന്റെ ഒരു ആശയം, എൻ ഐഡിയ ഓഫ് ട്രൂത്ത്. ക്രൈസ്തവ വിശ്വാസമോ ക്രിസ്തുധർമ്മം എന്ന് പറയുന്ന ക്രിസ്ത്യാനികളോ സത്യത്തെ ഒരു വഴിയായിട്ട് നിർദ്ദേശിക്കുകയാണ്. ക്രിസ്ത്യാനിറ്റി ഓഫേഴ്സ് ദ ട്രൂത്ത് ആസ് എ വേ. പ്ലേറ്റോണിസം പ്രൊവൈഡ്സ് എൻ ഐഡിയ ഓഫ് ട്രൂത്ത്. സത്യത്തിന്റെ ഒരു ആശയം, സത്യത്തെ ഒരു ആശയമായിട്ടാണ് നൽകിയത് പ്ലേറ്റോ. ക്രിസ്തു നൽകിയത് വിശ്വാസം എന്ന് പറയുന്നത്, ജീവിതം എന്ന് പറയുന്നത്, വിശ്വാസം എന്ന് പറയുന്നത് ഒരു ജീവിത ശൈലിയാണ്, ഒരു വഴിയാണ്. ക്രിസ്തുവിൽ ആയിരിക്കുക എന്നുള്ളതാണ്. ഒരുവൻ വഴിയായി തീർന്നാൽ മാത്രമേ മനുഷ്യന്റെ സത്യമാകുന്നതാണ്. വെറുമൊരു സൂക്ഷ്മ കാഴ്ചയോ വെറുമൊരു ആശയമോ ഒന്നുമല്ല. അങ്ങനെയല്ല സത്യം നിലനിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് കാറ്റുപോയ ബലൂൺ പോലെയാകും. ശക്തി ചോർന്നു പോയ ജഡമായിട്ട് മാറും സത്യം. വെറും പ്രത്യയശാസ്ത്രമാണെങ്കിൽ കാറ്റുപോയ ബലൂൺ പോലെയാകും ക്രിസ്തുധർമ്മം. സത്യം, മനുഷ്യന്റെ സത്യമാകുന്നത് വഴിയെന്ന നിലയിൽ മാത്രമാണ്. മനുഷ്യന്റെ മേൽ അവകാശവാദം ഉന്നയിക്കാൻ കഴിയുന്നതും മനുഷ്യന് നടക്കാൻ കഴിയുന്നതുമായ, മനുഷ്യൻ സഞ്ചരിക്കേണ്ടതുമായ വഴിയായിട്ട് ക്രിസ്തു മാറുമ്പോൾ മാത്രമാണ് ആ സത്യം മനുഷ്യന്റെ സത്യമാകുന്നത്. ഇതാണ് കർത്താവ് പറഞ്ഞത്. ഞാനൊന്ന് ഈ പറഞ്ഞ ഒന്ന് ആവർത്തിക്കുകയാണ്. മനുഷ്യന്റെ മേൽ സത്യം, മനുഷ്യന്റെ സത്യമാകുന്നത് വഴി എന്ന നിലയിൽ മാത്രമാണ്. മനുഷ്യന്റെ മേൽ അവകാശവാദം ഉന്നയിക്കാൻ കഴിയുകയും മനുഷ്യന് നടക്കാൻ കഴിയുകയും മനുഷ്യൻ സഞ്ചരിക്കേണ്ടതുമായ വഴിയായി ക്രിസ്തു മാറുമ്പോൾ മാത്രമാണ് ആ സത്യം മനുഷ്യന്റെ സത്യമാകുന്നത്. ചുരുക്കത്തില് ക്രൈസ്തവ വിശ്വാസം ഒരു ആശയമല്ല, ജീവിതമാണ്. മനസ്സ് അതിനു വേണ്ടി തന്നെ നിലനിൽക്കുന്ന അവസ്ഥയല്ല ക്രൈസ്തവ വിശ്വാസം.
മനസ്സ് ചരിത്രത്തിലെ ശരീരമായി തീർന്ന മനുഷ്യാവതാരമാണ്. മനസ്സ് ചരിത്രത്തിലെ ശരീരമായി തീർന്ന മനുഷ്യാവതാരമാണ് ക്രൈസ്തവ വിശ്വാസം. മനസ്സിലെ വിശ്വാസം ശരീരമായി തീരുന്നതിനെയാണ് വിശ്വാസ പ്രമാണത്തില് ഞങ്ങൾ വിശ്വസിക്കുന്നു. സർവശക്തനും പിതാവുമായ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ ശരീരമായി തീർന്ന വിശ്വാസമാണത്. ഞങ്ങൾ എന്ന് പറയുന്നത് ഒരു കൂട്ടം ജനങ്ങളാണ്, ഒരു കൂട്ടം വിശ്വാസികളാണ്. കാണാം, തൊടാം, മൂർത്തമായി വിശ്വാസത്തെ കാണാൻ പറ്റില്ല. പക്ഷെ അത് മൂർത്തമായി സംഭവിച്ചിരിക്കുന്നു. പള്ളിയിൽ വരുമ്പോൾ ഞങ്ങൾ വിശ്വസിക്കുന്നു. കുടുംബ പ്രാർത്ഥന ചൊല്ലുമ്പോഴേ നിങ്ങൾ കുടുംബനാഥൻ മറ്റുള്ള ആൾക്കാർ മുഖത്ത് നോക്കിയിട്ടാണ് പറയണേ ഞങ്ങൾ വിശ്വസിക്കുന്നുവെന്ന്. എറണാകുളത്ത് മാത്രം നിങ്ങൾ വികാരിച്ചന്റെ മുഖത്ത് നോക്കി ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറയും. ആരിൽ വിശ്വസിക്കുന്നു? വികാരിയച്ചനില്. അതാണ് വിശ്വാസത്തിന്റെ പോരായ്മ. വികാരിയച്ചനും ജനങ്ങളും കൂടി ചേർന്ന് വഴിയിലായി, തീർത്ഥാടകരായി, ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി അവനിൽ വിശ്വസിക്കുന്ന പറയുമ്പോഴാണ് അത് വിശ്വാസമാകുക, ക്രൈസ്തവ വിശ്വാസമാകുക, അല്ലെങ്കിൽ പ്രത്യയശാസ്ത്രമാകും. ആ പ്രത്യയശാസ്ത്രം തലയ്ക്ക് പിടിച്ചപ്പോഴാണ് മനുഷ്യനാണ് ദൈവം, മനുഷ്യന്റെ മുഖത്താണ് ദൈവം, മനുഷ്യന്റെ ദൈവം അല്ലേ, അല്ല ദൈവത്തിന്റെ ദൈവം മനുഷ്യനാണ്, ദൈവത്തിന്റെ ദൈവം മനുഷ്യനാണെന്നുള്ള ഇങ്ങനെയുള്ള പ്രത്യയശാസ്ത്രങ്ങൾ മുഴുവൻ എറണാകുളം അങ്കമാലിയിൽ കാറ്റുപോയ ബലൂൺ പോലെ വരുന്നതിന് കാരണം, ഇങ്ങനെ ചുങ്ങിപ്പോകുന്നതിന് കാരണം അത് ക്രൈസ്തവ വിശ്വാസം അല്ലാത്തത് കൊണ്ടാണ്. ഒരു പ്രത്യയശാസ്ത്ര ലെവലിൽ നിൽക്കുന്നു. അത് കുറച്ചും ഇല്ലാണ്ടാവും. പ്രത്യയശാസ്ത്രങ്ങളൊക്കെ നശിച്ചു പോകുകയല്ലേ. എത്ര നാളുണ്ട് ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ നിലനിൽപ്പ്? എന്നാൽ വിശ്വാസം ശാശ്വതമാണ്. ചുരുക്കത്തില് ഒരു വ്യക്തി ദൈവവുമായിട്ട്, ഒരു വ്യക്തിയുടെ മനസ്സ് ദൈവവുമായിട്ട് ഇങ്ങനെ താതാത്മ്യം പ്രാപിക്കുന്ന യോഗാത്മക സംസർഗം ഉണ്ടല്ലോ, മിസ്റ്റിക്കല്, അതല്ല ക്രൈസ്തവ വിശ്വാസം. ക്രൈസ്തവ വിശ്വാസം എന്ന് പറയുന്നത് വേറെ രണ്ട് കാര്യങ്ങളാണ്: അനുസരണം, സേവനം. അനുസരണം, ദൈവത്തെ അനുസരിക്കുക, ആ ദൈവത്തെ അനുസരിച്ച് എല്ലാവരും കൂടി ബലിയർപ്പിക്കുക, ആ ബലിയിൽ നിൽക്കുന്ന സ്നേഹത്തിന്റെ വെളിച്ചത്തിൽ മറ്റുള്ളവർക്ക് സേവനം അർപ്പിക്കുക. അല്ലാതെ ഒരു വ്യക്തി ദൈവവുമായിട്ട് ഇങ്ങനെ മനസ്സ് താതാത്മ്യം പ്രാപിക്കുന്ന ഒരു യോഗാത്മക സംസർഗം, ഒരു മിസ്റ്റിക്കൽ യൂണിയൻ, ചില വിശുദ്ധർക്കൊക്കെ അത് നടന്നിട്ടുണ്ട്. പക്ഷെ അതല്ല ക്രൈസ്തവ വിശ്വാസത്തിന്റെ ആണിക്കല്ല്. ഇപ്പൊ നമ്മുടെ മോശമായിട്ട് ഞാൻ പറയല്ല, പക്ഷെ ഒരു നിരീക്ഷണം പറയാ: ആന്തരിക സൗഖ്യ ധ്യാനം. നമ്മൾ എവിടെയാണ് ബൈബിളിൽ ഈ ആന്തരിക സൗഖ്യ ധ്യാനം? ഞാനങ്ങനെ കണ്ടിട്ടില്ല. അത് സൈക്കോളജിയാണ്, മനഃശാസ്ത്രമാണ്. ആന്തരിക സൗഖ്യ ധ്യാനം വേണ്ടെന്നൊന്നും ഞാൻ പറയില്ല, പക്ഷെ അതിന്റെ ഇപ്പൊ പോപ്പുലർ അല്ല, അത് തീർന്നു. ബൈബിളില് ഈ അനുസരണം, സേവനം എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് കർത്താവ് അവതരിപ്പിച്ചിരിക്കുന്നത്. അവിടെ ഇല്ലേ, തീർച്ചയായിട്ടും മനന, ധ്യാന, മെഡിറ്റേഷൻസും കോണ്ടംപ്ലേഷനും ഒക്കെ ഉണ്ട്. കർത്താവ് എത്രയോ മണിക്കൂറുകൾ തനിച്ചെടുത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷേ അതെല്ലാം സൈക്കോളജിക്കൽ ആയിട്ടുള്ള സംഗതിയല്ല, മറിച്ച് ദൈവപിതാവിനെ അനുസരിക്കുക എന്നുള്ള പോയിന്റാണ്. ദൈവപിതാവിനെ അനുസരിക്കാനുള്ള ആ തരത്തിലുള്ള ഒരു ഡയലോഗാണ്, ഒരു സംഭാഷണമാണ്. അല്ലാതെ എന്റെ മനസ്സും ദൈവത്തിന്റെ മനസ്സും ഒന്നാകുന്ന ഈ കുണ്ടിലീനി ഇങ്ങനെ പൊങ്ങി വന്ന് നിർവ്വാണത്തിൽ പ്രാപിക്കുന്ന ആ വക പരിപാടി ക്രിസ്ത്യാനികൾക്കില്ല. ക്രിസ്ത്യാനി വഴിയിലായിരിക്കുന്നവനാണ്, അതായത് അനുസരണത്തിലും സേവനത്തിലുമായിരിക്കുന്നവനാണ്. പക്ഷെ ഈ അനുസരണത്തിലും സേവനത്തിലുമായിരിക്കാൻ ക്രിസ്തുവുമായിട്ട് തനിച്ചിരിക്കേണ്ടതുണ്ട്. പക്ഷെ അത് സൈക്കോളജിക്കൽ ഇല്ലേ, മനഃശാസ്ത്രം പറയുന്ന പോലെ നമ്മിൽ തന്നെ കേന്ദ്രീകരിക്കല്ല, നമ്മിൽ നിന്ന് പുറത്ത് കിടക്കുകയാണ്. നമ്മിൽ നിന്ന് പുറത്ത് കിടക്കാനാണ് രാത്രിയുടെ ഏകാന്തതയിൽ പുത്രൻ തമ്പുരാൻ പിതാവിനുമായിട്ട് സംഭാഷണത്തിൽ ഏർപ്പെടുന്നത്. പുത്രനിൽ നിന്ന് പുറത്ത് കിടക്കുകയാണ്. പുത്രനിലേക്ക് ഉള്ളിലേക്ക് ഇറങ്ങല്ല, പുത്രനിൽ പുറത്ത് കിടക്കുകയാണ്. നമ്മൾ നമ്മിൽ തന്നെ കേന്ദ്രീകരിക്കുകയല്ല, ദൈവത്തിൽ കേന്ദ്രീകരിക്കുകയാണ്. ഇതാണ് ഈ ഹിന്ദുമതത്തിലും ബുദ്ധമതത്തിലും ഒക്കെ അവര് മനസ്സിൽ കേന്ദ്രീകരിക്കുകയാണ്, നമ്മൾ ദൈവത്തിൽ കേന്ദ്രീകരിക്കുക. ഭയങ്കര വ്യത്യാസമുണ്ട് ഇത്. അതുകൊണ്ടാണ് ഈ യൂറോപ്പും മറ്റ് രാജ്യങ്ങളും നമ്മൾ അന്തരവതാണ്. യൂറോപ്പില് ലോകത്തിന്റെ സാംസ്കാരിക മാതൃകയായിട്ട് എന്തെല്ലാം പോരായ്മകൾ ഉണ്ടെങ്കിലും അമേരിക്കയും യൂറോപ്പും നമ്മളെല്ലാം അനുകരിക്കാൻ കാരണം എന്താണ്? അമേരിക്കയും യൂറോപ്പിനെയും. അവിടെ എന്തൊക്കെയോ ഗൾഫ് രാജ്യങ്ങൾ പോലും അമേരിക്കയും യൂറോപ്പിനും അനുകരിക്കാൻ ശ്രമിക്കുന്നു. എന്തേ? അതിന് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു അടിത്തറയുണ്ട്. ആ അടിത്തറ എന്ന് പറയുന്നത് ക്രിസ്തുധർമ്മമാണ്. പാശ്ചാത്യ സംസ്കാരത്തിന്റെ ആണിക്കൽ എന്ന് പറയുന്നത് കത്തോലിക്ക സംസ്കൃതിയാണ്. ആ കത്തോലിക്ക സംസ്കൃതി മാറ്റിവെച്ചാൽ യൂറോപ്പും ഇല്ല, അമേരിക്കയും ഇല്ല. അപ്പൊ ഇവരെല്ലാം അനുകരിക്കാൻ ആഗ്രഹിക്കുന്നത്
കത്തോലിക്ക സഭ എന്ന് പറയുന്ന സംസ്കൃതിയുടെ ആ അടിത്തറയിൽ പണിയപ്പെട്ട ഒരു സംസ്കാരത്തെയാണ്. ഞാൻ അത്രയും പറഞ്ഞതിന്റെ കാര്യം പ്രത്യയശാസ്ത്രമല്ല, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ യോഗാത്മക സംസർഗമല്ല ക്രിസ്തുധർമ്മം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. മനഃശാസ്ത്രം അങ്ങനെയാണ് അവതരിപ്പിക്കുന്നത്. കമ്മ്യൂണിസം പോലുള്ള പ്രത്യയശാസ്ത്രം മറിച്ചാണ് ഈ പറഞ്ഞ പ്രത്യയശാസ്ത്രമായിട്ടും ഈ സൈക്കോളജി എന്ന് പറയുന്നത് ആന്തരിക സൗഖ്യം എന്ന് പറയുന്ന മനസ്സിൽ മാത്രം ഇങ്ങനെ കേന്ദ്രീകരിച്ച് വരുന്ന ഒരു അവസ്ഥയായിട്ടൊക്കെയാണ് ഞാൻ പറയുന്നത്. ശരിയായിട്ട് മനസ്സിലാക്കുന്നവർക്ക് ഇതിനൊന്നും എതിരല്ല ഞാൻ പറയുന്നത്, പക്ഷെ അതിന്റെ ചില പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുകയാണ്. സ്വയം നിർമ്മിച്ചതോ സ്വയം ചിന്തിച്ചുണ്ടാക്കിയതോ ആണ് പ്രത്യയശാസ്ത്രം. അതിനെ ശുശ്രൂഷിക്കുന്നതിലൂടെ സ്വയം നിർമ്മിച്ചതും സ്വയം ചിന്തിച്ചുണ്ടാക്കുന്നതാണ് പ്രത്യയശാസ്ത്രം. അതിനെ ശുശ്രൂഷിക്കുന്നതിലൂടെ നാം നമ്മുടെ തന്നെ സൃഷ്ടിയെ ആരാധിക്കുകയാണ്. അതാണ് പ്രത്യയശാസ്ത്രത്തിന്റെ പ്രശ്നം. നാം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഫോക്കസ് ചെയ്ത് നമ്മുടെ മനസ്സിനെ തന്നെ ദൈവമാക്കുന്നതാണ് പലപ്പോഴും മറ്റു മതങ്ങളുടെ പ്രശ്നം. ഇത് രണ്ടിനെയും മാറ്റിയിട്ട് ഈ സ്വയം നിർമ്മിച്ചതോ സ്വയം ചിന്തിച്ചുണ്ടാക്കിയോ അല്ലാത്ത ഒന്നിനെ, അതായത് സൃഷ്ടിക്കാൻ പറ്റാത്ത ഒന്നിനെ, അതായത് ദൈവത്തെ ശുശ്രൂഷിക്കുന്നതിലൂടെ അപ്പോഴാണ് നാം നമ്മുടെ സ്വാർത്ഥതയിൽ നിന്നും മുക്തമാകുന്നത്. അപ്പോൾ സമഷ്ടി എന്ന് പറയുന്ന ഈ ലോകത്തെ ശുശ്രൂഷിക്കാൻ വേണ്ടി അത് സ്വതന്ത്രമാക്കപ്പെടുന്നു. അപ്പോൾ നമ്മൾ നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തു കിടക്കുന്നത് ദൈവത്തെങ്കിലേക്ക് തിരിയുമ്പോഴും ആ ദൈവവുമായുള്ള ബന്ധത്തിലൂടെ നമ്മുടെ ആത്മാവിനെ സ്വതന്ത്രമാക്കുമ്പോൾ, നമ്മുടെ സ്വത്വത്തെ സ്വതന്ത്രമാക്കുമ്പോൾ മറ്റെല്ലാവർക്കും വേണ്ടി ജീവിക്കാൻ കഴിയുന്നു. ഇതിനാണ് ഈ അനുസരണവും സേവനവും എന്ന് പറയുന്നത്. ഇതാണ് ക്രിസ്തുധർമ്മം. ഇതിനെയാണ് ക്രിസ്തു എന്ന വഴിയാകുക എന്ന് പറയുന്ന അർത്ഥം. ക്രിസ്തു എന്ന വഴിയാകുക, അതിന് ഒരു കോൺക്രീറ്റ് ഉള്ള മാതൃക ഇന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് കർത്താവ്. ഫിലിപ്പോസ് പറഞ്ഞു, പിതാവിനെ ഞങ്ങൾ കാണിച്ചു തരിക. ഇത് പലരും പറഞ്ഞിട്ടുള്ളതാ. പത്രോസ് പറഞ്ഞിട്ടുണ്ട് യോഹന്നാൻ 13:36 പിതാവിനെ കാണിച്ചു തരിക. തോമസ് ലീഗ പറഞ്ഞിട്ടുണ്ട്, ഇല്ലേ, കാണിച്ചു തരിക. ഇപ്പൊ ഫിലിപ്പോസ് പറയുന്നു. ശിഷ്യന്മാര് യേശുവിനോട് സംസാരിക്കാൻ ധൈര്യപ്പെടുന്നു എന്നുള്ളത് നല്ല കാര്യം. പക്ഷെ അജ്ഞതയിൽ നിന്ന് അറിവിലേക്ക് കടക്കാനാണ് ഈ ചോദ്യങ്ങൾ. നല്ല കാര്യം. അപ്പൊ ദൈവത്തെ കാണാൻ പിടിവാശി പിടിച്ച മോശെ, ഏലിയ, മനുഷ്യന്റെ അടിസ്ഥാനപരമായ ദാഹമാണ് ദൈവത്തെ മുഖത്തോട് മുഖം കാണുക. മോശ അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഏലിയ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ദൈവത്തെ കാണാനുള്ള മോഹമുണ്ട്. ദൈവത്തെ കാണാനുള്ള മോഹമാണ് വാസ്തവത്തിൽ ഈ വിശ്വാസത്തിന് അടിത്തറ. അപ്പോൾ കർത്താവ് പറയുന്ന മറുപടി എന്താണ്? എന്നെ കണ്ടിരിക്കുന്നവൻ, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. ആദർശനായ ദൈവത്തിന്റെ ദൃശ്യമായ പ്രതിരൂപമാണ് യേശു. കൊളോസ്യസ് ലേഖനം 1:15. ആത്മാവായ ദൈവത്തിന്റെ യോഹന്നാൻ 4:24 കാണാൻ പറ്റുന്ന സജീവ ഐക്കണാണ് അവന്റെ മാനുഷിക മാംസം. വചനം മാംസമായി നമ്മുടെ ഇടയിൽ കൂടാരമടിച്ചു. ദൈവമായ വചനം, ദൈവമായ ലോഗോസ് മാംസം ധരിച്ച് മനുഷ്യനായി നമ്മുടെ ഇടയിൽ കൂടാരമടിച്ചു. യോഹന്നാൻ 1:14. ദൈവപിതാവിന്റെ ഹൃദയം എങ്ങനെയാണെന്നും അവൻ ലോകത്തോട് സ്നേഹം എത്രയെന്നും ക്രിസ്തുവിന്റെ ജീവിതത്തെ അതിന്റെ സാകല്യത്തിൽ വീക്ഷിച്ചാൽ നമുക്ക് ഗ്രഹിക്കാൻ കഴിയും. കത്തോലിക്ക സഭയുടെ മതബോധനം 516 നമുക്ക് വായിച്ചു നോക്കാം. അപ്പൊ എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. ദൈവപിതാവിന്റെ കൂദാശയാണ് പുത്രൻ തമ്പുരാൻ. എന്താണ് കൂദാശ? കാണാൻ പറ്റാത്ത അദൃശ്യമായ വരപ്രസാദം, ദൈവിക ജീവൻ നൽകുന്ന കാണപ്പെടുന്ന അടയാളം. അപ്പൊ കൂദാശ എന്ന് പറഞ്ഞാൽ കാണപ്പെടുന്ന അടയാളം. കൂദാശയിൽ പരികർമ്മം ചെയ്യപ്പെടുന്നത് അദൃശ്യമായ ദൈവിക ജീവൻ. കാണാൻ പറ്റാത്ത ദൈവപിതാവിനെ കാണിച്ചു തരികയാണ് പുത്രൻ തമ്പുരാൻ. എന്നെ കണ്ടവൻ പിതാവിനെ കാണുന്നു. അപ്പൊ ഒരു ചോദ്യം ഇപ്പൊ ചോദിക്കാം. ഇപ്പം ഈ വചനത്തിന് എന്താ അർത്ഥം? ക്രിസ്തു പറഞ്ഞപ്പോ ശിഷ്യന്മാർക്ക് കാണാൻ പറ്റി, ഓക്കെ, അന്ന് പറയാം എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടു. കർത്താവ് മരിക്കുന്നതിന് മുൻപ്, ഉത്ഥാനത്തിന് മുമ്പ് ഒക്കെ ശരി തന്നെ. പക്ഷെ ഇപ്പൊ ഈ വചനത്തിന് എന്താ അർത്ഥം? ഇപ്പോൾ ഈ വചനത്തിന് ആർക്കാണ് യേശുവിനെ കാണാൻ കഴിയുന്നത്? അവൻ എവിടെയാണ് കാണാൻ കഴിയുന്നത്? കൂദാശകളിലെ വിശേഷിച്ച് കുർബാനയിലെ. അല്ലാതെ ഈ വചനത്തിന് എങ്ങനെ അർത്ഥം ഉണ്ടാകുക? എന്നെ കാണുന്നവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. ഇപ്പൊ ഈ വചനത്തിന് എന്താണ് അർത്ഥം? ഇപ്പൊ എങ്ങനെയാണ് യേശുവിനെ കാണാൻ കഴിയുക? എവിടെയാണ് കാണാൻ കഴിയുക? വിശുദ്ധ കുർബാന എന്ന കൂദാശകളില് വിശുദ്ധ കുർബാന എന്ന കൂദാശയില് അപ്പത്തിലും വീഞ്ഞിലും യേശു സജീവമായി സന്നിഹിതനാണെന്ന് വിശ്വസിക്കുന്നത് പ്രയാസമാണ്. പക്ഷേ ആ വിശ്വാസമാണ് ദൈവപിതാവിനെ കാണുന്നതിനുള്ള മാർഗം. അന്ന് ശിഷ്യന്മാരുടെ കൂടെ ജീവിച്ച് ഭൂമിയിൽ കഴിഞ്ഞ അതേ യേശു, ആ യേശു ദൈവമാണെന്ന് വിശ്വസിക്കാൻ എന്തുമാത്രം പ്രയാസം അവർക്കുണ്ടായിരുന്നുവോ അത്ര തന്നെ പ്രയാസമുണ്ട് ഈ അപ്പവും വീഞ്ഞും കർത്താവാണെന്ന് വിശ്വസിക്കാൻ. അപ്പൊ നമ്മുടെ പെന്തക്കോസ്തുകാരും യഹോവ സാക്ഷികളൊക്കെ പറയുന്നത്
ഇതെന്റെ ശരീരമാണ്, ഇതെന്റെ രക്തമാണെന്ന് കർത്താവ് പ്രതീകാത്മക അർത്ഥത്തിലല്ലേ പറഞ്ഞെന്നാ? അങ്ങനെ പ്രതീകാത്മകമായ അർത്ഥമായിരുന്നെങ്കിൽ കർത്താവിന് ആരെങ്കിലും വിട്ടേച്ച് പോകുമായിരുന്നോ? ഈ വചനം കഠിനമാണ്, ഇത് ശ്രവിക്കാൻ ആർക്ക് കഴിയുമെന്ന് പറഞ്ഞ് കർത്താവിന് ശിഷ്യന്മാരെ ഉപേക്ഷിച്ച് പോകുമായിരുന്നോ? നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നെന്ന് പത്രത്തിൽ ചോദിക്കുമായിരുന്നോ? യൂദാസും കർത്താവ് തമ്മിൽ തെറ്റിപ്പിരിയുമായിരുന്നോ? നിങ്ങൾ 12 പേരെ ഞാൻ തെരഞ്ഞെടുത്തില്ലേ, നിങ്ങൾ ഒരു പിശാചാണെന്ന് പറഞ്ഞത് ഈ ജീവന്റെ വചനത്തെ സ്വീകരിക്കാത്തതുകൊണ്ടല്ലേ? പ്രതീകാത്മകമായിട്ടാണ്, ആലങ്കാരികമായിട്ടാണ് കർത്താവ് പറഞ്ഞതെങ്കിൽ ആർക്കെങ്കിലും പ്രയാസം ഉണ്ടാകുമായിരുന്നോ? അപ്പൊ പെന്തക്കോസ്തുകാരെ, യഹോവ സാക്ഷികളെ, പ്രൊട്ടസ്റ്റന്റുകാരെ, നിങ്ങൾ യൂദാസിനെ പോലെ ആകരുത്. യോഹന്നാൻ 6:60 മുതൽ 66 വരെ പറഞ്ഞിരിക്കുന്ന ഈ വചനം കഠിനമെന്ന് ശ്രവിക്കാൻ ആർക്ക് കഴിയുമെന്ന് പറഞ്ഞ് കർത്താവിന് ഉപേക്ഷിച്ചു പോയവരാണ് നിങ്ങൾ. തിരിച്ചു വരണം. കർത്താവിന്റെ ആഗ്രഹം അതാണ്. എങ്കിലേ ഈ വചനത്തിനും അർത്ഥമുണ്ടാകൂ. എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. ഇപ്പൊ കർത്താവിനെ കാണാൻ കൂദാശകളിലൂടെ അല്ലാതെ ഒരു മാർഗവും ഇല്ല. അപ്പൊ ഞാനാണ് വഴിയെന്ന തിരുവചനത്തിന്റെ യഥാർത്ഥ അർത്ഥം നമുക്ക് മനസ്സിലാകുകയാണ്. ദൈവത്തിലേക്കുള്ള അനേകം വഴികളിൽ ഒന്നല്ല ഈശോ. പിതാവിലേക്ക് മനുഷ്യരെ നയിക്കുന്ന ഏക പാതയാണ് യേശു. പിതാവിലേക്ക് മനുഷ്യരെ നയിക്കുന്ന ഏക പാതയാണ് യേശു എന്ന് മാത്രമല്ല ധ്വനി. ദൈവപിതാവും പുത്രനായ ദൈവം ഒന്നാകയാൽ യേശുവിനെ കാണുന്നവൻ ദൈവത്തെയാണ് കാണുന്നത്. യേശുവിലായിരിക്കുന്നവൻ ദൈവത്തിലായിരിക്കുകയാണ്. യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുന്നവൻ ദൈവത്തെ പൂർണ്ണമായും സമഗ്രമായും സ്വീകരിക്കുന്നു. യോഹന്നാൻ 17:21. അപ്പൊ പിതാവിലേക്കുള്ള പാതയാണ് എന്ന് യേശു പറഞ്ഞിട്ട് ഒരു സ്റ്റെപ്പ് കൂടി കടത്തി പറയാണ്, എന്നെ കാണുന്നവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. പിതാവിൽ പുത്രനുണ്ട്, പുത്രനിൽ പിതാവുണ്ട്. അതുകൊണ്ട് പുത്രനെ സ്വീകരിച്ചാൽ നിങ്ങൾ പിതാവിനെ സ്വീകരിച്ചു കഴിഞ്ഞു. കുർബാനയിൽ സ്വീകരിച്ച ദൈവത്തെയാണെങ്കിൽ ആ ദൈവം നമ്മുടെ ശരീരത്തിൽ ആകമാനം പെർമിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ദൈവികരാകാണ്. ഇതിനാണ് പൗരത്വ സഭ ദൈവിക്കേഷൻ എന്ന് പറയുന്നത്. ദൈവിക്കേഷൻ. അങ്ങനെ ദൈവിക്കേഷനായ ആളുകളാണ് ഈ പള്ളിക്ക് പുറത്തിറങ്ങുന്നത്. മറ്റൊരു ക്രിസ്തുവായിട്ടാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. നമ്മളെ കാണുന്നവർ അങ്ങനെ കാണാൻ ഇടയാകുന്ന തക്ക വിധത്തിൽ ജീവിക്കുക എന്നുള്ളതാണ് വഴി. നമ്മൾ വഴിയായിട്ട് മാറണം. ക്രിസ്തു നമ്മുടെ വഴിയായി മാറുന്നത് പോലെ നമ്മൾ മറ്റുള്ളവർക്ക് വഴിയായി മാറണം. നമ്മളെ കൈക്കൊള്ളുന്നവർക്ക് ദൈവത്തെ കൈക്കൊള്ളുന്ന തരത്തിൽ അനുഭവം ഉണ്ടാകണം. ഇത് വലിയൊരു വെല്ലുവിളിയാണ്. വിശ്വാസം ഒരു വെല്ലുവിളിയാണ്. ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ നമുക്ക് ഓരോരുത്തരും കഴിയട്ടെ. പ്രത്യയശാസ്ത്രമാണ് ക്രിസ്തുധർമ്മം എന്ന് പഠിപ്പിക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കാറ്റുപോയ ബലൂണുകൾ ആകായി മാറാതെ യേശുവാകുന്ന വഴിയിലായിരിക്കുകയും യേശുവെന്ന കുർബാനയിലെ യേശുവെന്ന ആ ദൈവത്തെ കാണുമ്പോൾ ദൈവത്തെ കാണുന്നുവെന്നും ആ ദൈവത്തെ സ്വീകരിക്കുമ്പോൾ, കുർബാനയിലെ ദൈവത്തെ സ്വീകരിക്കുമ്പോൾ ദൈവത്തെ സമഗ്രമായി സ്വീകരിക്കുന്ന ബോധ്യത്തിൽ ജീവിക്കുന്ന വിശ്വാസത്തിന്റെ മനുഷ്യരാകാൻ, പ്രത്യയശാസ്ത്രത്തിന്റെ മനുഷ്യരല്ല, കാറ്റുപോയ ബലൂണല്ല, മറിച്ച് വിശ്വാസത്തിന്റെ മനുഷ്യരാകാൻ, ക്രിസ്തു എന്ന വഴിയിലായിരിക്കുന്ന ക്രിസ്ത്യാനികളാകാൻ നമുക്ക് ഓരോരുത്തരും കഴിയട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.